എല്ലാവരും കേൾക്കാൻ തയ്യാറല്ലേ സംഗീതയുടെ അനുഭവം? ഹലോ സാർ, എൻ്റെ പേര് സംഗീത. തൃശ്ശൂർ കൊട്ടേക്കാടാണ് വീട്. ഇതിനു മുൻപ് ഒരു അനുഭവം പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാണ്. ഞാനും ഹസ്ബൻഡും മോളും എല്ലാ ആഴ്ചയും പറ്റിയാൽ ഗുരുവായൂർ പോവും. ഞങ്ങൾക്ക് മുൻപ് ഒരു ബൈക്കുണ്ടായിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചു മേടിച്ചതായിരുന്നു. പക്ഷേ ഒരിക്കലും സാഹചര്യവശാൽ ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നു, നഷ്ടത്തോടെ തന്നെ. അന്ന് ഞാനും ഹസ്ബൻഡും കുറച്ച് വിഷമിച്ചു. ഞാൻ കണ്ണനോട് പറഞ്ഞു, ഭഗവാനെ, നിന്റെ അടുത്ത് തന്നെ ഗുരുവായൂർ പൂജിച്ച ബൈക്ക് അത് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന്. കുറച്ച് ദിവസം ആ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ മെയ് 7-ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ അതിലും നല്ലൊരു ബൈക്ക് ഞങ്ങൾക്ക് മേടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ഭഗവാനോട് നന്ദി പറഞ്ഞു. ബുക്കും പേപ്പേഴ്സും എല്ലാം വീട്ടിലെ കണ്ണൻ്റെ വിഗ്രഹത്തിന് താഴെ തന്നെ കൊണ്ടുവച്ചു. ബൈക്ക് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ പിന്നെ പിറ്റേന്ന് ഗുരുവായൂർ പൂജിക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് വൈകിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നാളെ ഇപ്പോൾ അതിരാവിലെ പോകണം. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി പോയാലോ വണ്ടി പൂജിക്കാൻ? എന്നിട്ട് പിന്നെ ഞാൻ ജോലിക്ക് പോയി വന്നിട്ട് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് ഗുരുവായൂർ പോവാം. അങ്ങനെ ഞാനും കരുതി, ശരിയാണ്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയനും പോയി വരട്ടെ, വൈകിട്ട് എനിക്ക് പോവാലോ എന്ന്. അവിടെ എൻ്റെ അല്ല, ഞങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. സാർ, പൊതുവേ ഞാൻ നേരത്തെ എണീക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. ഞാനും കരുതി രാവിലെ നേരത്തെ എണീക്കണ്ടല്ലോ എന്ന്. ശുദ്ധ തെറ്റായിരുന്നു അത്. അതെനിക്കും അറിയാം. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. ഹസ്ബൻഡ് 5 മണിക്ക് തന്നെ എണീറ്റു. കുളിയും കഴിഞ്ഞ് വിളക്ക് വെച്ച് അനിയനും കൂടി പോയി. ഞാനാ നേരത്തൊന്നും എണീറ്റില്ല. ഇപ്പോൾ കുറച്ച് മഴയും കൂടിയുള്ള സമയമല്ലേ, മടിയായി ഞാൻ കിടന്നു. അങ്ങനെ വണ്ടിയൊക്കെ പൂജിച്ച് അവർ പോയി വന്നു. ഉള്ളിലെ കൊടിമരത്തിന് അവിടെ നിന്നും ഭഗവാനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. ഭഗവാനെ ഞാൻ നാമം മാല കെട്ടി ചാർത്താറുണ്ട് കേട്ടോ. അതും കയ്യിലെടുത്ത് ഞങ്ങൾ ഇറങ്ങി. സാധാരണ കാറിലായിരുന്നു പോയിരുന്നത്. ബൈക്കിൽ തന്നെ പോകാമെന്ന് കരുതി. അങ്ങനെ അതിൽ മനസ്സിൽ നാരായണ എന്ന് വിളിച്ച് ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. ഗുരുവായൂർ മഞ്ജുലാലിന് അവിടെ നിന്നും ബൈക്ക് തിരിച്ചു നീങ്ങി. പെട്ടെന്ന് ഞങ്ങൾ വീഴുന്നു. വണ്ടി പതുക്കെ മറിയുന്നു. ഞാനും ഉണ്ണിയെ എടുത്ത് പതുക്കെ വണ്ടിയിൽ നിന്ന് താഴേക്ക്. ബൈക്ക് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു വീണു. വീണില്ല എന്ന രീതിക്ക്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനും ചിന്തിച്ചു. പെട്ടെന്ന് ഹസ്ബൻഡ് വണ്ടിയിൽ തന്നെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നു. അപ്പോഴേക്കും കുറച്ച് പേര് ഓടിയെത്തി. എനിക്ക് ആകെ ഷോക്കായി. ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു വീഴ്ച. എൻ്റെ കയ്യിൽ നിന്നും ഒരു ചേട്ടൻ 3 വയസ്സുള്ള എൻ്റെ മോളെ എടുത്തു മേടിച്ചു. ഞാനും പതുക്കെ എണീറ്റു. കാര്യമായും ഒന്നും സംഭവിച്ചില്ല. ഉണ്ണി ആകെ കരച്ചിലായി. ആ ചേട്ടൻ കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കയ്യിൻ്റെ മുട്ട് ചെറിയൊരു നീറ്റലുണ്ടായി. പിന്നെ വലത് കാലിനും വേദന ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ കയറി ഭഗവാന്റെ സന്നിധിയിലെത്തി. പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടായിരുന്നു. കൊടിമരത്തിനടുത്തേക്ക് പോയപ്പോൾ അവിടെയും അത്യധികം തിരക്ക്. എന്നു പോയാലും ഒരു ചെറിയ മിന്നായം പോലെയെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. അന്ന് ഭഗവാനെ തീരെ കാണാൻ കഴിഞ്ഞില്ല. ശീവേലി ഉണ്ടായില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭഗവാനെ ദർശനം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ കാണാനേ കഴിഞ്ഞില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നല്ല ഇടിവെട്ടും മഴയുമായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് ഓഡിറ്റോറിയത്തിൽ കുറച്ചു നേരം ഇരിക്കാം, അപ്പോഴേക്കും മഴ മാറുമല്ലോ. റെയിൻകോട്ടും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കിഴക്കേ നടയിൽ കുറച്ചു നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ മഴ തോർന്നു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഗുരുവായൂരിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം മഴ പതുക്കെ ചാറാൻ തുടങ്ങി. ചെറുതായി ഇടിവെട്ടും. ഞങ്ങൾ കാര്യമാക്കിയില്ല. മോൾക്ക് തലയിൽ തൊപ്പിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നല്ല ഇടിവെട്ടും മഴയുമായി. 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തലയിൽ ഷോളിട്ടു. മോള് സേഫായിരുന്നു എൻ്റെ മടിയിൽ. പക്ഷേ ഞാൻ നനയാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ആകെ ഒരു ബ്ലോക്ക്. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ 2 കാറുകൾ തമ്മിലടിച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണ്. കുറച്ചു നേരം അങ്ങനെ നിന്നു. വണ്ടി ആ മഴ മുഴുവൻ കൊണ്ടു. മഴ മാറണേ കണ്ണാന്ന് പ്രാർത്ഥിച്ചിട്ടും മഴ മാറുന്നില്ല. പിന്നീട് എൻ്റെ മനസ്സിൽ തോന്നാണ്, ഭഗവാനെ കൃഷ്ണ, രാവിലെ ഞാൻ ബൈക്ക് പൂജിക്കാൻ വരാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ലെങ്കിൽ നിൻ്റെ നടയിൽ പൂജിച്ച ആ വണ്ടിയിൽ നിന്നും ഞാനിങ്ങനെ വീണത്? പക്ഷെ വീണിട്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ആ വീണ സമയത്ത് മാത്രം ചെറിയൊരു വേദന കൈക്കുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളെ താങ്ങിയത് നീ തന്നെയല്ലേ? ചെറിയൊരു വീഴ്ച, മോൾക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. അവൾ എപ്പോഴും നിന്നെ തന്നെയല്ലേ വിളിക്കുന്നത്? ഇതൊക്കെ നിൻ്റെ ഒരു ലീലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ എണീക്കാൻ മടി കാണിച്ച് കിടന്ന എനിക്ക് ഇപ്പോൾ ഈ തണുപ്പത്ത് എല്ലാ മഴയും കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്കില്ലേ കണ്ണാ എന്ന് ഭഗവാനോട് ചോദിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഇനി ഈ സന്ധ്യാനേരത്തുള്ള പോക്കുണ്ടാവില്ല. രാവിലെ ബൈക്ക് പൂജിക്കാൻ പോയപ്പോൾ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. ഏതോ സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഒരു ചകോരം, അതായത് ചെമ്പോത്ത്, ഹെൽമെറ്റിന് മേലെ തൊട്ടുകൊണ്ട് പറന്നു. ശരിക്കും ചകോരം ആ മഹാവിഷ്ണുവിൻ്റെ അല്ലേ? വണ്ടി പൂജിക്കുന്ന സമയത്ത് മനസ്സാകെ ബ്ലാങ്ക് ആയിരുന്നു. അനിയൻ്റെ കയ്യിൽ പേഴ്സ് പിടിക്കാൻ കൊടുത്തിട്ട് ആ കാര്യവും മറന്നു. ആകെ ഒരു വെപ്രാളവുമായിരുന്നു.
നീ ഞങ്ങൾ പോയപ്പോൾ സുഖമായി ഉറങ്ങുമായിരുന്നില്ലേ? നീ രാവിലെ കൂടെ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ എന്തായി എന്ന്?" ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനും ഇതേ ചിന്തകൾ തന്നെയായിരുന്നു മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നത്. ഞാനൊന്ന് ഹസ്ബൻഡിനോട് ബൈക്കിലിരുന്നു കൊണ്ട് പറഞ്ഞു, "ഞങ്ങളുടെ രണ്ടുപേരുടെയും തോന്നലുകൾ ശരിയായിരുന്നു." ഹസ്ബൻഡ് പറഞ്ഞു, "ആഗ്രഹിച്ചൊരു ബൈക്ക് ഭഗവാൻ തന്നിട്ട് അത് പൂജിക്കാൻ പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഉണ്ടാവണമായിരുന്നു. ഞാൻ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ നീ അപ്പോൾ തന്നെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നില്ല വേണ്ടത്." "ശരിയാണ് സാർ. ഒരു വാഹനം നഷ്ടപ്പെട്ടിട്ട് അതിലും നല്ലത് ഭഗവാൻ ഞങ്ങൾക്ക് തന്നിട്ട് അത് പൂജിക്കാൻ പോവാൻ ഞാൻ മടി കാണിച്ച് വീട്ടിലിരുന്നു. അതെൻ്റെ വലിയ തെറ്റാണ്. എത്രയോ പേര് ആ തിരുസന്നിധിയിൽ ഒന്ന് എത്താൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇനിയും തെറ്റാതെ ആ സ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് പോവാൻ കഴിയുന്ന ഞാൻ മടി പിടിച്ചിരുന്നു. ആരും എന്നെപ്പോലെ ആവരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്." പിന്നെ ബൈക്കിൽ നിന്നും വീണതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിരുന്നില്ല. ഹസ്ബൻഡിന് ചെറുതായി കൈപൊട്ടിയിരുന്നു. മോൾക്കൊരു പോറൽ പോലും ഏറ്റില്ല. മാത്രമല്ല ഭഗവാൻ വിട്ടതുപോലെ ഒത്തിരി ചന്ദനക്കുറിയൊക്കെ തൊട്ടൊരു മധ്യവയസ്കനാണ് മോളെ വന്നെടുത്തത്. ആ വീഴ്ചയിലും ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭഗവാന്റെ ഒരു കുസൃതിയായിട്ടും പിണക്കമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, അത് തന്നെയാണ് സത്യം. രാവിലെ ഭഗവാനെ കാണാൻ പോവാത്ത എനിക്ക് വൈകിട്ട് പോയപ്പോൾ ഭഗവാനെ ഒരു നോക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഭഗവാൻ. ഒക്കെ ഭഗവാന്റെ പരീക്ഷണങ്ങൾ. ഭഗവാൻ എന്നോട് തോന്നിയ പിണക്കം. ഞാനും ഭഗവാന് കുറച്ച് പ്രിയപ്പെട്ടവളാണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അനുഭവം കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. സോറി സാർ. ഇനിയും അനുഭവങ്ങളുണ്ട്. വഴിയെ അയക്കാം. വായിക്കാതിരിക്കരുത്. ഹരേ കൃഷ്ണ. ഞാനിത് വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത ക്ഷീണമായിരുന്നു. 2 ദിവസമായിട്ട് അനങ്ങാൻ പറ്റാത്ത ക്ഷീണമായിരുന്നു. പക്ഷേ ഇതറിയാതെ വായിച്ചു വന്നപ്പോൾ എന്നോടെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് സത്യം. എന്താ പറയേണ്ടത്? ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിലുള്ളവരുടെ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.